മോട്ടോർ വാഹന വകുപ്പിന്റെ 52 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ ആളെ കൂട്ടുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ച അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജോയിക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്നലെ കനകക്കുന്ന് കൊട്ടാര പരിസരത്ത് നടന്ന ചടങ്ങിനിടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ക്ഷുഭിതനാവുകയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ചാണ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അതിനിടെ മന്ത്രിയുടെ പെരുമാറ്റത്തിനെതിരെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് പുകയുന്നത്. ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മറ്റും പ്രതിഷേധ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിൽ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉദ്യോഗസ്ഥരെ അപമാനിക്കുകയാണ് മന്ത്രി ചെയ്തത്. വകുപ്പിലേക്ക് വാങ്ങിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പരിപാടി ആളെ കൂട്ടി വിപുലമായി നടത്തേണ്ടതുണ്ടോ എന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. പല വകുപ്പുകളിലേക്കും വാഹനങ്ങൾ വാങ്ങാറുണ്ടെന്നും എന്നാൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഉണ്ടാകാറില്ലെന്നും ഇവർ പറയുന്നു. പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടക്കുമ്പോഴും ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നും അവർ പറയുന്നു. ഇന്നലെ വൈകിട്ട് കനകക്കുന്നിലായിരുന്നു 52 വാഹനങ്ങളും നിരത്തിയിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കൊട്ടാരത്തിന്റെ മുന്നിൽ വാഹനം നിരത്തിയിടാൻ കനകക്കുന്നിലെ സെക്യൂരിറ്റി ജീവനക്കാർ അനുവദിച്ചില്ല. അവിടെയുള്ള ടൈൽസ് ഉടയുമെന്നായിരുന്നു കാരണം പറഞ്ഞത്. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കനകക്കുന്നിൽ നിന്ന് സൂര്യകാന്തിയിലേക്കുള്ള വഴിയിൽ വാഹനങ്ങൾ നിരത്തിയിട്ടു. ഇത് മന്ത്രിക്ക് ഇഷ്ടമായില്ല. പരിപാടിയുടെ അധ്യക്ഷൻ വി കെ പ്രശാന്ത് MLA ആയിരുന്നു. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ PS പ്രമോദ് ശങ്കർ ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.